Hey guys, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ട്രാവലും കാര്യമൊന്നുമില്ല. ഇന്ന് ഫുള്ള് ഹോം വ്ളോഗ് ആയിരിക്കും. ഹോം ക്ലീൻ ചെയ്യുന്നതും എൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നതും അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. റൂമൊക്കെ ആകെ ഷോകോട്ട് എടുക്കും. അപ്പോൾ ക്ലീനിങ് ഞാൻ വിചാരിച്ച അപ്പോൾ തോന്നുന്ന ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വീട്ടിലാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ പുറത്താണ്, അനിയത്തിയാണെങ്കിൽ ഞങ്ങളുടെ ആൻറ്റിയുടെ വീട്ടിലാണ്. അപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം അനിയത്തേ ഉള്ളൂ. സമയം ഇപ്പോൾ 8:57. അപ്പോൾ ഇനി എണീക്കുക, റെഡിയാവുക, ബാക്കിയൊക്കെ ഫ്രഷ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പം ഈ ഇന്ന സമയത്ത് അപ്പോൾ ഇന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ലൊക്കേഷനിൽ പോകണം, ഫോട്ടോ എടുക്കണം. എന്തോ ആള് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര റീലൊക്കെ ഇടുന്ന ആളാണ്. അപ്പോൾ എന്തോ ഇത് പുതിയൊരു ഓഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതുപോലെ വീഡിയോ എടുക്കണം. പെട്ടെന്നൊരു പ്ലാനിങ് ആയിട്ട് ഇപ്പോൾ ഇറങ്ങാം. ഇപ്പോൾ അവൻ വരും, അപ്പോൾ അവൻ്റെ കൂടെ നമുക്ക് പോകും. അതിന് മുന്നേ ഇനി കഴിക്കണേ, ഇപ്പോൾ റെഡി ആയതുള്ളൂ. അപ്പുറത്ത് പോകണം. ഈ ഇവിടെ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഫുഡൊക്കെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന്, ഞാൻ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ, അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പം നമുക്ക് ഇറങ്ങാം. ബാഗിനകത്ത് കുറച്ച് കോസ്റ്റ്യൂം, എനിക്കും കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ ക്യാപ്പ്. ഓക്കെ, സെറ്റ്. ഇനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് വേണം പോയി. ഫുഡൊന്നും കഴിക്കാതെ ആരെയൊന്നും പോരുത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം. ഇതാണ് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്. കഴിക്കാം ചപ്പാത്തി. ഹായ് പറ. Hi guys. ഹായ് ഗൈസ്. Hi guys, welcome back to the channel. ഏഡൻ ചാൾസ് പേര്. ഇതന്നെ അച്ഛൻ ചേട്ടൻ്റെ മോനാണ്. വലിയ മേനയൊന്നും ഇല്ലാത്ത ആളാണ്. ഇപ്പോൾ കളിക്കേണ്ടി വേണം. പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടി ഇന്നിപ്പോൾ ഇവനെ മേളത്തെ വീട്ടിലോട്ട് കൊണ്ടാക്കണമെന്ന് പറഞ്ഞു. അവിടെ ചേട്ടൻ്റെ ഒക്കെ വീട്ടിൽ അവനെ ഇങ്ങോട്ടൊന്ന് ആക്കാൻ വേണ്ടി. ബ്ലോഗിനോട് എന്തെങ്കിലും പറ. Hi bro. ഹായ് ബ്രോ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. Surprise. സർപ്രൈസ്. Surprise. സബ്സ്ക്രൈബ്. എന്തുവാ അതൊന്നും ചെയ്യത്തില്ല ചോക്കൂട്ടാ. ഇത് കണ്ടോ, ഇതിനെ കണ്ടിട്ടാ അതൊന്നും ചെയ്തില്ല. വാ എടുക്കണോ? വാ. ഹലോ. പേടിച്ച് വരുന്നരാ. ഹായ്. അറിയോ? വാ. ഇത് ജോക്കൂട്ടിനെ കാട്ടി കഷ്ടമാണ്. വാ. പേടിക്കലടാ. ഒന്നുമില്ലേ, ഒരു പട്ടിയില്ലേ, നിങ്ങൾക്ക് നാണമില്ലേ? പശുവിനെ കണ്ട് പേടിച്ചോളാം. അപ്പം അവനെ കൊണ്ടാക്കി. അവനെന്നെ ഇപ്പോൾ വിളിച്ചായിരുന്നു. അവനോട് വീണ്ടും അവിടെ വന്നു എന്ന് പറഞ്ഞു. ഇനി ചെന്ന് ബാഗ് എടുത്തിട്ട് നേരെ ഇനി പോകും. വാ വാ വാ. മാക് തണ്ടർ ഗൈസ്.
ഇൻസ്റ്റയിലെ ഫേമസ് ആയുള്ള മാക് തണ്ടറാണ് നിൽക്കുന്നത്. അതിൻ്റെ ശരിക്കത്തെ പേര് ജിസ് എന്നാണ് കേട്ടോ. അപ്പോൾ സ്പോട്ടൊന്നും ഇതുവരെ ആയിട്ടില്ല. സ്പോട്ടൊക്കെ ചെന്നിട്ട് ഇനിയും ഉറപ്പായിട്ട് പറയാം. അങ്ങനെ സ്പോട്ടിൽ വന്നു. അത് ചോദിക്കാനൊരു മടിക്കായിരുന്നു. പിന്നെ ചോദിച്ച് സെറ്റായി. ഫോട്ടോ കാണിച്ചു തരാം. ഒരു വീടാണ് കേട്ടോ, പൊളി വീടല്ലേ. ഇത് ലൊക്കേഷൻ വരുന്നത് എൻ്റെ ലൊക്കേഷൻ പറയണ്ട, അവർക്ക് പബ്ലിസിറ്റി ആയാലോ. കിട്ടു വീട്, വണ്ടി ഇരിക്കണത് നൈസ്. റിസ്കി ഷോട്ട്സ് എടുക്കുന്നത് മാക് തണ്ടർ. അപ്പം ഞാനും കുറച്ച് കോസ്റ്റ്യൂം എടുത്തിട്ടുണ്ട്, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഒരു രക്ഷയില്ലാത്ത വീട് കേട്ടോ. സിനിമക്കാരെല്ലാം ഉണ്ട്, എനിക്ക് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് എടുക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ എല്ലാവരും പറയും എനിക്കൊന്നും വേറെ പണിയില്ലേ, ഒരു വണ്ടിയില്ലേ, വണ്ടിയിലൊക്കെ എഴുതിയിരിക്കുന്നു. പക്ഷെ എല്ലാവർക്കും ഓരോ ക്രേസ് കാണും, ഓരോ ഇഷ്ടങ്ങൾ കാണും. ഇതിപ്പോൾ ഒരു മെഷീനാണെങ്കിൽ പോലും അതിനോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടും ഒക്കെ ആയിരിക്കും ഇത്ര ഇതുപോലെ കഷ്ടപ്പെട്ട് ഇതുപോലെയൊക്കെ വന്നിങ്ങനെ വീഡിയോ എടുക്കുന്നത് എല്ലാം. എൻ്റെ വീഡിയോ എടുത്തിട്ട് തുറുപ്പാടായി ഉയർത്ത് നൈസല്ലേ. അപ്പോൾ ഓക്കെ ബൈ. മാക് തണ്ടർ പോയാണ്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ വന്ന് ടാറ്റാ. അങ്ങനെ വീട്ടിൽ വന്ന് ബെഡിലായി. ഇപ്പോൾ സമയം 1:08 ക്ലീൻ ചെയ്യാൻ സമയമുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ക്ലീനിങ് കൂടെ ചെയ്യാമല്ലേ. ഓക്കെ, റൂമിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം. എന്ത് വൃത്തിഹീനമായ റൂം. വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല, അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാണാം. അപ്പോൾ ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. അയ്യോ ഉപ്പാട് ഞാൻ വൃത്തിയാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ അങ്ങനെ പറയത്തിക്കാൻ വലിയ കണ്ടിട്ട് കാര്യമൊന്നും ഇല്ല, എന്നാലും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. അപ്പം പുതിയ കുറേ വീഡിയോ വരുന്നുണ്ട്, അപ്പോൾ വീഡിയോ ഒക്കെ ഇട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ see you soon.